ഹലോ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളൊരു 11:30 ഒക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ പോകുന്നത് നേരെ കാലിക്കറ്റിലോട്ടേക്കാണ്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ചേച്ചിയുടെ മോനും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരും ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. അപ്പോൾ അതാ നമ്മൾ നേരെ കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിലേക്ക് കേട്ടോ പോണത്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സൂഡിയോ കയറി. സൂഡിയോയിൽ ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ്, ലിപ്സ്റ്റിക്സ് അങ്ങനത്തെ ഇല്ലേ, അതിനൊക്കെ നല്ല ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സിനും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈസി ബൈയിലോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. മാക്സ് കയറി. പിന്നെ ലാസ്റ്റ് ട്രെൻഡ്സിലും കൂടി കയറിയിട്ട് നമ്മൾ അപ്പോഴേക്കും ഒരു 3 ഒക്കെ ആയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വിടുന്നത് പിന്നെ നമ്മളുടെ പാരഗണിലോട്ടേക്കാണ് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും വിശന്നൊരു വഴിയായി. ഒരു 3:30 ആയി അവിടെ എത്തുമ്പോഴേക്കും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. ഒരാൾക്ക് വിശന്ന് പൊരിഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒരു ഫ്ലവർ ഉണ്ട്, അത് കൗണ്ട് ചെയ്യുമ്പോഴേക്കും ഫുഡ് എത്തുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൗണ്ട് ചെയ്തിരിക്കുക കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ ഫുഡ് എത്തി. നല്ല ബിരിയാണി, ആഹാ. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണിക്ക് പിന്നെ നമ്മൾ മോന് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ കടുക്ക പൊരിച്ചതും ചിക്കൻ ഡ്രൈ ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല, അപ്പോഴേക്ക് കഴിച്ചു. പിന്നെ മോന് അവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ലോലിപ്പോപ്പ് പോലത്തെ ഒരു സാധനം മേടിച്ചു കേട്ടോ. പൊട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ച് ഫ്രീസ് ചെയ്തിട്ടുള്ള ടൈപ്പായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല സുഖമുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി. പിന്നെ നമുക്കൊരു ബേബീനൊക്കെ കാണാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വരുമ്പം കൊച്ചിൻ ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് മേടിച്ചു കേട്ടോ. ഇത് കൊച്ചിൻ ബേക്കറിയിൽ മാത്രം കിട്ടുന്ന ഒരു കേക്കാണ്. ഇത് കാഷ്യൂ നട്ട്സൊക്കെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് വിപ്പിംഗ് ക്രീം ഒന്നുമല്ല കേട്ടോ, ഇത് ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ പൊതുവേ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തണുക്കുമ്പോൾ നല്ല സോഫ്റ്റല്ലേ ആവുക. ഇത് ബട്ടർ ഫ്രോസ്റ്റിംഗ് അതിനെക്കൊണ്ട് കുറച്ച് ഹാർഡാവുക ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത്. അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയും ടേസ്റ്റാണിത്. പിന്നെ ഇവിടെ ഒരാൾ കേക്കൊക്കെ മുറിച്ചു. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രിയായി കേട്ടോ. അവന് കൊടുക്കുകയാണ്. അവന് കേക്ക് മാത്രം കേട്ടോ ഇഷ്ടം, പക്ഷെ ഉള്ളിലൊക്കെ നട്ട്സ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ സൺഡേ അങ്ങനെ കഴിയാറായി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.